10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സ് പഠിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനുള്ള കുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൊമേഴ്സ് എന്ന് പറയുന്ന കോഴ്സിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളത്, ആ സബ്ജക്റ്റിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ +1 +2 കിടക്കുന്ന സമയത്ത് മൊത്തത്തിൽ 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. 2 വിഷയം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഒന്ന് ഇംഗ്ലീഷാണ്, അത് നിങ്ങൾക്ക് എന്തായാലും പഠിക്കണം. രണ്ടാമത്തെ മലയാളമാണ്. മലയാളം ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഹിന്ദി പഠിക്കാം, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് പഠിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ 2 സബ്ജക്റ്റ് അങ്ങനെ പോയി. ബാക്കിയുള്ള 4 വിഷയങ്ങളിലെ ആദ്യത്തെ വിഷയം ബിസിനസ്സാണ്. ബിസിനസ്സിൽ പഠിക്കാനുള്ളത്, നമ്മളൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് എങ്ങനെ റൺ ചെയ്ത് കൊണ്ടുപോകാം അല്ലേ. ഒരുപാട് തരത്തിലുള്ള ബിസിനസ് ഉണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉണ്ട്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് ഒരു തിയററ്റിക്കലായി പഠിക്കുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് പ്യുവർ തിയറിയാണ്. അതായത് നിങ്ങൾ സോഷ്യലൊക്കെ പഠിച്ചില്ലേ, ആ രീതിയിലാണ് ആ രീതിയിലൊക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബിസിനസ്. അതായത് തിയറിയാണ്, കണക്കുകളൊന്നും ഇതിലില്ല. രണ്ടാമത്തെ വിഷയം അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സമയത്ത് കണക്കാണുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ ബിസിനസ് പറഞ്ഞ സമയത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അല്ലേ, അതുപോലെ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതേ ബിസിനസ് തുടങ്ങി, ആ ബിസിനസ്സിൽ എന്തുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യും, പിന്നെ സെയിൽ ചെയ്യും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം അല്ലേ, റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ എന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ തന്നെ ഒരു കണക്ക് വന്നു അല്ലേ, അതിൽ കണക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പറാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് കഴിഞ്ഞു. തേർഡാണ്, അടുത്തതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സോഷ്യൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സോഷ്യൽ എങ്ങനെയാണ് 2 പാർട്ടായിട്ട് ഉണ്ടാവും അല്ലേ. ഹിസ്റ്ററി ഉണ്ട്, പാർട്ട് എ, പാർട്ട് ബി ജിയോഗ്രഫി എന്ന് പറയും അല്ലേ. അപ്പോൾ അതുപോലെയാണ് എക്കണോമിക്സിൽ എന്ന് പറയുന്നത്. പാർട്ട് എ ഇന്ത്യൻ എക്കണോമി എന്ന് പറയും. അതിൽ അഗ്രികൾച്ചറിനെ കുറിച്ച്, പോവർട്ടിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു തിയറിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇപ്പോൾ പാർട്ട് ബി എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രോബ്ലമാണ്, കണക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിൻ്റെയും മാത്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ സ്ഥിതി വിവര കണക്കെന്ന് പറയും. അത്തരം പ്രോബ്ലംസ് ആണ് ഇതിൽ വരിക. അതായത് മീൻ കണ്ടുപിടിക്കാൻ, മീഡിയം കണ്ടുപിടിക്കാൻ. പക്ഷേ ഇത് കുറച്ച് എക്സാജറേറ്റഡ് വേർഷൻ ആയിരിക്കും, കുറച്ചുകൂടെ വലിയ കണക്കുകളൊക്കെ ഇതിലുണ്ടാവും, കാരണം +1 എത്തിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. പിന്നെ 4ാമത്തെ സബ്ജക്റ്റായിട്ട് പഠിക്കുന്നത് ഓരോ സ്കൂളിനനുസരിച്ച് മാറും. ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കും, ചില സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പകരം മാത്തമാറ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം, ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്.